അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് സമാഗതമായി. നമ്മൾ ആ മാസത്തിലാണുള്ളത്. ലക്ഷോപലക്ഷം വരുന്ന സത്യവിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി കഅബയെ ലക്ഷ്യമാക്കി ഹറമിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാഥനായ റബ്ബ് എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും എല്ലാം പ്രാർത്ഥനയും കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുക എന്നത് ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, ഭൂമിയിൽ ആദ്യമായി അവന് വേണ്ടി ആരാധന നടത്തുവാൻ നിർമ്മിക്കപ്പെട്ട ഭവനത്തിലേക്ക് അള്ളാഹു അതിഥിയായി ക്ഷണിക്കുന്നു എന്നതാണ്. അതൊരു സൗഭാഗ്യമാണ്, എല്ലാവർക്കും ലഭ്യമാകുന്നതല്ല. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായാൽ പോലും ആ വിളിക്കുത്തരം നൽകാൻ ഭാഗ്യം ലഭിച്ചവർ സൗഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് നാം അവരെ പ്രത്യേകമായി ആദരിച്ച് സൽക്കരിച്ച് അവർക്ക് യാത്രയപ്പ് നൽകി ദുആവസിയത്തോടെ പറഞ്ഞേക്കാറുള്ളത്. ഒരു നാടിൻ്റെ മുഴുവൻ നിവേദക സംഘമായി അള്ളാഹുവിൻ്റെ അതിഥിയായി കടന്നു ചെല്ലുന്ന ആ വിശ്വാസികളിൽ പെടാൻ നമുക്കൊക്കെ ഭാഗ്യം വേണം. റബ്ബിനോട് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യണം. ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും പ്രാർത്ഥനയും ഒരാൾക്കുണ്ടായാൽ നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയും. ഈ മൂന്നും ഉണ്ടാവുക എന്നത് ആലമുൽ അർവാഹിൽ വെച്ച് ഉത്തരം നൽകിയവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ സൗഭാഗ്യം ലഭ്യമാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുക, അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ ആലമുൽ അർവാഹിൽ വെച്ച് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിധിയിൽ അല്ലാഹു തആല നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അതിനെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. നമുക്കറിയില്ല, ഈ വർഷവും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ലിബിയക്കാരനായ ആമിർ മൻസൂർ ഗദ്ദാഫിയെ സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, സെക്യൂരിറ്റിയുടെ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കയറ്റാതെ ഫ്ലൈറ്റ് പുറപ്പെടുകയും 2 പ്രാവശ്യം ടേക്ക് ഓഫ് ചെയ്ത് തിരിച്ചു വന്ന് അദ്ദേഹത്തെയും കൊണ്ട് അങ്ങ് മസ്ജിദുൽ അൽ ഹറമിലേക്ക് പറക്കുകയും ചെയ്ത സംഭവം നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? എന്തൊരു സൗഭാഗ്യമാണ്! അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ലക്ഷ്യത്തിലേക്ക് അടുത്താൽ അള്ളാഹു പിന്നെ അതിനെ എളുപ്പമാക്കി തരുക എന്നത് അവൻ ഏറ്റെടുത്ത കാര്യമാണ്. അവനിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമുക്കും റബ്ബിനോട് ദുആ ചെയ്യാം. ആ പുണ്യഭൂമിയിലെത്താൻ നാഥനായ റബ്ബ് ഈ വർഷം ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജും ഉംറയും കബൂലാക്കുകയും അവരുടെ ദുആ കൊണ്ട് നമുക്കും അടുത്ത വർഷങ്ങളിൽ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.